എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂൺ ഫാമിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണോ അതോ കൂൺ കൃഷിയിലുള്ള താല്പര്യം കൊണ്ടാണോ എന്നറിയില്ല, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ആളുകളുടെ എണ്ണവും. ഇത് രണ്ടും ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് മാത്രം സന്തോഷമുണ്ടായതുകൊണ്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്തത്. അതിന്റെ വിന്നറെ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതിനോടൊപ്പം ഒരു സർപ്രൈസ് കൂടിയുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടെ കൂൺ ഫാമിൽ എല്ലാ ദിവസവും മുടക്കം വരാതെ നടക്കുന്ന ചില പണികളും അതോടൊപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ചില കാര്യങ്ങളുമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വിളിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതിനോടൊപ്പം ചെറുതല്ലാത്ത രീതിയിൽ ടെൻഷനും കൂടി വരുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വിളിക്കുന്നത് കൊണ്ടുള്ള ടെൻഷൻ അല്ല അത്. ചാനലിൽ ഇടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരാണ് അധികവും. ആ വീഡിയോയുടെ ടൈറ്റിൽ ചിലപ്പോൾ കൂൺ ഫാമിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ചോ ഉണ്ടായ അധിക വിളവിനെ കുറിച്ചോ ഒക്കെയാകാം. ഇത്തരം പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, നല്ല വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു കൃഷിയായി കൂൺ കൃഷിയെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് ആ ധാരണയുടെ പുറത്ത് കൂൺ കൃഷിയിലോട്ട് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കൂൺ കൃഷി പഠിക്കാൻ താല്പര്യപ്പെട്ട് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്നതാണ് ടെൻഷന് കാരണം. വർഷങ്ങളായി കൂൺ കൃഷി ചെയ്തും കണ്ടും പരിചയമുള്ള ഞങ്ങൾക്ക് കൂൺ കൃഷി എളുപ്പമുള്ള കൃഷിയല്ല എന്നതും ഒട്ടേറെ റിസ്ക് എലമെന്റ്സ് ഉണ്ടാകാവുന്ന, അതായത് രോഗങ്ങളായും കീടങ്ങളുടെ ആക്രമണങ്ങളായും മാർക്കറ്റ് ഡിമാൻഡ് കുറവ് വരുന്ന സാഹചര്യങ്ങളായും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് നല്ല ബോധവാന്മാരാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വീഡിയോസ് ചാനലിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അധികവും പറയുന്നത് കൂൺ കൃഷിയുടെ പോസിറ്റീവ് സൈഡിനെ കുറിച്ചാണ്. കാരണം ഇതൊരു യൂട്യൂബ് ചാനലാണ്. അതിൽ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇട്ടാൽ മാത്രമേ ചാനലിന് വളർച്ചയുണ്ടാകൂ എന്നതാണ് വസ്തുത. വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇപ്പോൾ ഇടുന്ന വീഡിയോസിന് പകരം നമ്മുടെ ഫാമിൽ ഇന്ന് 20 കൂൺപെട്ടുകൾ നശിച്ചുപോയി, കൂണിന് ഡിമാൻഡ് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അടുപ്പിച്ചൊരു 5 വീഡിയോസ് ചെയ്താൽ നമ്മുടെ ചാനലിന് ആരും തന്നെ കാഴ്ചക്കാരായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൃഷിയിൽ എപ്പോഴും പോസിറ്റീവ് റിസൾട്ട് മാത്രമല്ല, കൃഷിയിൽ ഉയർച്ചയും വീഴ്ചയും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് എടുത്തു കാണിക്കുന്നില്ല എന്ന് മാത്രം. ഇതിവിടെ പറയാൻ കാരണം, വീഡിയോ കണ്ട് കൃഷി ചെയ്യുന്നവരും കൂൺ കൃഷി മറ്റെവിടുന്നെങ്കിലുമൊക്കെ പഠിച്ച് കൃഷി ചെയ്യുന്നവരും വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര വിളവ് കിട്ടുന്നില്ല, കൂൺവെട്ടുകൾ അധികവും രോഗം വന്ന് നശിച്ചു പോകുന്നു എന്നൊക്കെ ചെറിയ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഫാമിലും ഇത്തരം അവസ്ഥകൾ വരാറുണ്ടെന്നും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മാത്രം വിളവിനെ ബാധിക്കാതെ നിൽക്കുന്നു എന്നും ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്ന ചിലരെങ്കിലുമൊക്കെ കൂൺ കൃഷി ചെയ്യുന്നവരാണ് എന്നറിയാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഫാനാൻപാടുള്ള ഫാമിൽ കൃഷി ചെയ്യുന്നവരുണ്ടാകാം, താൽക്കാലിക ഷെഡിൽ കൃഷി ചെയ്യുന്നവരുണ്ടാകാം, പരമ്പരാഗത ഫാമിൽ കൃഷി ചെയ്യുന്നവരുണ്ടാകാം. ഇതിൽ ആരുടെയെങ്കിലുമൊക്കെ ഫാമിൽ ചൂട് കൂടിയത് മൂലം വിളവ് കുറയുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ കൂടി അറിയിക്കുമല്ലോ. പ്രത്യേകിച്ച് ഫാനാൻപാടുള്ള ഫാമിൽ കൃഷി ചെയ്യുന്ന ആരുടെയെങ്കിലും വിളവിനെ വേനലിന്റെ ചൂട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി നമ്മുടെ ഗിവ് അവേ വിന്നർ ആരാണ് എന്ന് നോക്കിയാലോ. മാർച്ച് 17-ന് നമ്മുടെ ചാനലിലിട്ട ഒരു വീഡിയോയിലാണ് ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്ന കാര്യം സൂചിപ്പിച്ചത്. ഗിവ് അവേ എന്ന ടൈറ്റിൽ പോലും വെക്കാതെ ആ വീഡിയോയുടെ ലാസ്റ്റിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെങ്കിലും വിചാരിച്ചതിലും കൂടുതൽ ആളുകൾ വീഡിയോയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിവ് അവേ നൽകുന്നതിനുള്ള കണ്ടീഷനായി പറഞ്ഞത്, ആ ഒരു വീഡിയോയ്ക്ക് താഴെ കൂൺ കൃഷി ചെയ്യാനോ പഠിക്കാനോ താല്പര്യമുള്ള ആളുകൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാനും കൂൺ കൃഷി പഠിക്കാനുമുള്ള സൗകര്യം തികച്ചും ഫ്രീ ആയി നൽകാം എന്നതായിരുന്നു. ആ ഒരു വിജയി ആരാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ എങ്ങനെയാണ് ഗിവ് അവേ വിന്നറെ തിരഞ്ഞെടുത്തത് എന്ന് നമ്മുടെ വീഡിയോയുടെ സൈഡിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കമന്റ് ചെയ്യാൻ പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് കമന്റ് പിക്കർ എന്ന ടൂൾ ഉപയോഗിച്ച് അതിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഗിവ് അവേ വിന്നറെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക.
നമ്മുടെ വിന്നറെ നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വിജയിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കമന്റ്സ് ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ ചാനലിലെ ഒട്ടുമിക്ക വീഡിയോകളും കാണുകയും എന്തെങ്കിലുമൊക്കെ കമന്റുകളിലൂടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന 2 ആളുകളെ കണ്ടത്. ഇവരും ഗിവ് അവേ വീഡിയോയിൽ കമന്റ് ഇട്ടതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനോ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാനോ മുൻപറഞ്ഞ 2 ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഫാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇനിയും ഗിവ് അവേ ഉണ്ടാകുന്നതാണ്. അതിനാൽ മുന്നോട്ടുള്ള ഞങ്ങളുടെ വീഡിയോസ് കാണാനും കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഗിവ് അവേ വിന്നേഴ്സ് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ അതുമല്ലെങ്കിൽ നിങ്ങളിട്ട കമന്റിന് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമല്ലോ. ഫാം വിസിറ്റും ക്ലാസും മെയ് മാസത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.